നമസ്കാരം. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന മിസോറാമിൻ്റെയും ഗോവയുടെയും ഒക്കെ ഗവർണറാണ് ഇപ്പോൾ നമ്മുടെ ബി.ജെ.പിയുടെ സ്വതന്ത്ര രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ചിലപ്പോൾ കടന്നു വന്നേക്കാവുന്ന വ്യക്തിത്വമാണ് ശ്രീ പി.എസ്. ശ്രീധരൻപിള്ള. ഒരു കാലത്ത് ഒന്നുമല്ലാതിരുന്ന ബി.ജെ.പി എന്ന് പറയപ്പെടുന്ന സംഘടനയെ വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചവരിൽ ഒരാൾ കൂടിയാണ് ശ്രീ പി.എസ്. ശ്രീധരൻപിള്ള സാർ. ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ചിലത് നമ്മുടെ സമൂഹത്തിനോട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിതാണ്, എത്രയൊക്കെ ആരോപണങ്ങളുണ്ട്, അവ ഉണ്ടായിട്ടും കത്തി നിന്നിട്ട് പോലും പിണറായി വിജയനെ വീണ്ടും ജനങ്ങൾ അംഗീകരിച്ചില്ലേ എന്നൊരു ചോദ്യമുണ്ടായപ്പോൾ പി.എസ്. ശ്രീധരൻപിള്ള പറയുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? മുതിർന്ന രാഷ്ട്രീയ നേതാവും അഭിഭാഷകനും കേരളത്തിലെ ബി.ജെ.പിയുടെ തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷനുമൊക്കെ ആയിട്ടുള്ള പി.എസ്. ശ്രീധരൻപിള്ള മിസോറാമിലും പിന്നീട് ഗോവയിലുമൊക്കെ ഗവർണറായ ശേഷം ഇത്ര തുറന്നുകൊണ്ടൊരു രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്നത് ഇതാദ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗവർണർക്ക് കക്ഷി രാഷ്ട്രീയം പറയുവാനും ഇടപെടാനും പരിമിതികൾ ഉണ്ട് എങ്കിലും കേരളത്തിലെ സാഹചര്യം, കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ താക്കളിൽ ഒരാളായിട്ടുള്ള പി.എസ്. ശ്രീധരൻപിള്ള എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ഈ നിർണായക ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ കേരളം താല്പര്യപ്പെടുന്നുണ്ട്, കാതോർക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം പറയുന്ന പോലെ രാഷ്ട്രീയം ഒരു കലയാണ്. അതിന് മനുഷ്യ മനസ്സുകളെ അപഗ്രഥിക്കുവാനും അപ്പോൾ സാഹചര്യങ്ങളെയൊക്കെ വിലയിരുത്തുവാനും അത് ഉചിതമായ വിധത്തിൽ രാജ്യ താല്പര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങളുടെ മുൻപിൽ അവ അവതരിപ്പിക്കുവാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ളൊരു കല. അതിന് അജണ്ട സെറ്റ് ചെയ്തു ചെയ്യുന്നവർക്കാണ് പ്രാധാന്യം കൂടുതൽ. ഗവർണർ എന്ന നിലയിൽ തനിക്ക് ഇപ്പോൾ രാഷ്ട്രീയമില്ലെങ്കിലും 2004-ലും 2019-ലും കേരളത്തിൽ ബി.ജെ.പി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ അത്തരം അജണ്ടകളിലേക്ക് സാഹചര്യങ്ങൾ എത്തിയത് കൊണ്ടാവാം അന്നത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി.ജെ.പിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നുമുണ്ട്. 2004-ൽ 13% വോട്ടും കേരളത്തിൽ ഒരു സീറ്റിലും കേരള നേതൃത്വത്തിന് കീഴിലായിരുന്ന ലക്ഷദ്വീപിലും എൻ.ഡി.എക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആത്മാഭിമാനത്തോടു കൂടി ശ്രീധരൻപിള്ള ഓർക്കുന്നു. 2019 കേരളത്തിലെ ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ തിരഞ്ഞെടുപ്പായിരുന്നു എന്ന് തന്നെ പറയാം. 16% വോട്ടുകൾ നേടിയെടുത്ത വർഷമായിരുന്നു 2019 എന്നുള്ളത്. ഏതായാലും ഒരു അജണ്ട സെറ്റ് ചെയ്യുന്ന പാർട്ടിയാണ് ബി.ജെ.പി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ അജണ്ടയ്ക്ക് എതിരാളികളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമ്പോഴാണ് രാഷ്ട്രീയം വിജയിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ രാഷ്ട്രീയം വിജയിച്ച ഒരു പ്രസ്ഥാനമാണ് ബി.ജെ.പി. അതിൽ കേരളത്തിലെ ബി.ജെ.പി വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന വിഷയത്തിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല എങ്കിൽ കൂടിയും പക്ഷേ വിജയിക്കേണ്ടത് അനിവാര്യതയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം കാണുന്നു. അതായത് കേരളത്തിൽ അത് വളരെ പ്രകടമായി കാണുന്നു എന്ന് തന്നെ പറയാം. വളരെ താല്പര്യത്തോടു കൂടി ഈ വികസന പ്രക്രിയകളെ അതുപോലെ തന്നെ വീണ്ടും തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. നരേന്ദ്രമോദിയുടെ മോഡൽ അല്ലെങ്കിൽ ആ മാതൃക രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത അങ്ങനെ തന്നെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ ആളുകളെ നമുക്ക് കാണാനും കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ഇതിനകത്ത് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു വലിയ മാറ്റം എല്ലാവരും മനസ്സിലുണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട്. കേരളം ഇന്ന് വലിയ കടക്കണിയിലാണ് എന്നുള്ള കാര്യം സത്യമാണ്. അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പക്ഷേ കേരളത്തിന് എന്തുകൊണ്ടാണ് കൂടുതൽ വികസനത്തിലേക്ക് കുതിച്ചു പോകാൻ പറ്റാതായി പോകുന്നത്, അല്ലെങ്കിൽ വികസനത്തിലേക്ക് പോകാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിനുവേണ്ടിയുള്ള സമന്വയം എല്ലാവരും തമ്മിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികളാവട്ടെ, വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങളാകട്ടെ, വ്യത്യസ്തമായിട്ടുള്ള സാഹിത്യ സാംസ്കാരിക മേഖലകളാകട്ടെ, ഇവയൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നായി ചേരുന്ന ഒരു സംസ്കാരം ഉണ്ടായാൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് പല സംസ്ഥാനങ്ങളെക്കാൾ രാഷ്ട്രീയ പ്രബുദ്ധർ കൂടുതലുള്ള നാടാണ് കേരളം എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ കേരളത്തിൽ അത്തരത്തിലുള്ള വികസനങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഈ രാഷ്ട്രീയ ബോധമാണ് ബി.ജെ.പിയെ അകറ്റി നിർത്തുന്നത് എന്ന വാദത്തോട് ഒരു വലിയ പ്രതികരണം നടത്തേണ്ട കാലഘട്ടമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബി.ജെ.പിയെ എന്തുകൊണ്ട് അകറ്റി നിർത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശകലനത്തിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത്? കേരളത്തിലെ ആളുകളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രബുദ്ധത, ആ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രബുദ്ധതയെക്കുറിച്ച് പറഞ്ഞതിനോട് പലപ്പോഴും വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് പി.എസ്. കേരള രാഷ്ട്രീയത്തിലെ രൂപപരിണാമങ്ങൾ അത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ജാതി അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം
കത്തിജ്വലിച്ചു നിന്ന 50കളിലെ തിരുവിതാംകൂർ, കൊച്ചി, അവയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അത് പറയേണ്ടി വരുമെന്നുള്ളതാണ്. അതൊരു ചരിത്ര സത്യം കൂടിയാണല്ലോ. അതായത് അന്നത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഓർത്തെടുക്കുകയാണ് PS. നെടുമങ്ങാടും നെയ്യാറ്റിൻകരയും ആണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ നെഹ്റുവിൻ്റെ നെഞ്ചിലേക്ക് ഉണ്ട വായിച്ചത് കേരളത്തിൽ നിന്നാണ് ആദ്യമായിട്ട് എന്നുള്ളതാണ്. അതായത് മന്നത്ത് പത്മനാഭനും അദ്ദേഹം ഉൾപ്പെടുന്ന രാഷ്ട്രീയ സംവിധാനവും R. ശങ്കറും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങളും മാത്രമല്ല പട്ടം താണുപിള്ളയുടെ ഡെമോക്രാറ്റിക് പാർട്ടി, ഇവയെല്ലാവരും കൂടെ ചേർന്ന് രണ്ടിടത്തും ഈ നെടുമങ്ങാടും നെയ്യാറ്റിൻകരയിലും കോൺഗ്രസിനെ മുട്ടുകുത്തിച്ചു എന്നുള്ളതാണ്. അതിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ വളരെ വലുതായിരുന്നു. പക്ഷേ ജാതി രാഷ്ട്രീയമാണ് അന്നവിടെ പ്രതിഫലിച്ചത് എന്നുള്ളതാണ്. 50കളിൽ ജാതി രാഷ്ട്രീയം അന്നത്തെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ആഘാതം സൃഷ്ടിച്ച നാടാണ് കേരളം എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പെട്ടെന്നവർ ഈ സംവിധാനത്തിൽ ഇടപെടുന്നു, അവർ തിരുത്തുന്നു. ആരെയും രാഷ്ട്രീയമായി പഴിക്കാനല്ല ഇത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നു. ജാതീയമായ പ്രസ്താവനകൾ അവിടെ നിർത്തുന്നു. ഇനി 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇടതുപക്ഷ ചിന്തകനും രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള റാം മനോഹർ ലോഹ്യ, ആ റാം മനോഹർ ലോഹ്യയുടെ തിരഞ്ഞെടുത്ത ലേഖന സമാഹാരത്തിൽ ഒരധ്യായം തന്നെ 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പറ്റിയാണ് എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം കൊടുത്ത നിർവചനം ഇങ്ങനെയാണ് കേട്ടോ. ഇത് രാഷ്ട്രീയ വിജയമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദുയിസമാണ്, ഇവിടുത്തെ കോൺഗ്രസ് രാഷ്ട്രീയം ക്രിസ്ത്യാനിസമാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വച്ചത്. എന്നാൽ ഇത് നമ്മൾ പറയുന്നതല്ല, പഴയ പാർട്ടിയെ പറയുന്നതല്ല, റാം മനോഹർ ലോഹ്യ എന്ന് പറയപ്പെടുന്ന ഡെമോക്രാറ്റിക്കിൻ്റെ വാക്കുകളാണ് ഇത് എന്നുള്ളത്. ഇതിന് ഉപോത്ബലകമായിട്ടൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരുമെന്ന് PS പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MN ഗോവിന്ദൻ നായർ മന്നത്ത് പത്മനാഭനെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുമ്പോൾ തന്നെ മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനത്തിന് ക്ഷണമില്ലാതിരുന്നിട്ടും പെരുന്നയിൽ പോയിരുന്നു, ഭക്ഷണം കഴിച്ചിരുന്നു, സന്തോഷം പങ്കിട്ടിരുന്നു. 1955 56 ആണ് ഈ സംഭവം നടക്കുന്നത്. എന്നിട്ട് നമ്മുടെ നായന്മാർ പിള്ളേർ ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു. 5 പേരെ മന്നം പിന്തുണച്ചു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവും ഏറ്റവും വലിയ അഭിഭാഷകരിൽ ഒരാളുമായിട്ടുള്ള CG ജനാർദ്ദനക്കുറുപ്പ് സാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്നുകൂടി പറയുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി അതോടുകൂടി ചേർത്ത് പറയേണ്ട ഒരു സാഹചര്യമാണിത്. അതായത് ഈ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ അന്ന് മത്സരിച്ചത് തോപ്പിൽ ബാസിയാണ്. തോപ്പിൽ ബാസി അന്ന് മത്സരിക്കുമ്പോൾ എനിക്ക് മന്നത്തിൻ്റെ ജാതീയതയുടെയും നായരിസത്തിൻ്റെയും ഒന്നും വോട്ട് വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഒരു പ്രഖ്യാപനം അന്ന് തോപ്പിൽ ബാസി നടത്തുന്നു. അതിന് മന്നം കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ അവനാണ് അച്ഛന് പിറന്ന നായർ, അതുകൊണ്ട് അവനെ വിജയിപ്പിക്കണമെന്നാണ്. ഇങ്ങനെ 4-5 സീറ്റിലെ വസ്തുതയിലേക്ക് പോയി കഴിഞ്ഞാൽ വിരൽ ചൂണ്ടുന്നതൊക്കെ 1950കളിലെ നമ്മുടെ രാഷ്ട്രീയത്തെപ്പറ്റി പറയാനാണ്. അന്ന് ജാതീയമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. അന്ന് ജനസംഘമൊന്നും ഇവിടെ വലിയ കാര്യമായി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ എന്ന് പറയപ്പെടുന്നത് ഈ ഇതിലാണ്. എന്നിട്ടാണ് നമ്മൾ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയ ബോധം എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാമല്ലോ. ഉത്തരേന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ ഈ പശു ബെൽറ്റ് എന്ന് ഇപ്പോൾ പറയുന്നതാണ് കേട്ടോ. 230 സീറ്റുകൾ, പശു ബെൽറ്റ് എന്ന് ഇപ്പോൾ പറയുന്ന സീറ്റുകൾ 230 സീറ്റുകൾ 221 21 1971 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിനും കോൺഗ്രസിനും ജനങ്ങൾ നൽകുകയാണ്. പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശിൻ്റെ മോചനത്തിന് വേണ്ടി നടത്തിയ യുദ്ധം ജയിച്ചതിൻ്റെ തുടർച്ചയായിരുന്നു അത് എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 1977 തിരഞ്ഞെടുപ്പിൽ അതേ ജനങ്ങൾ വെറും 3 സീറ്റ് ഒഴികെ ഒന്നും കോൺഗ്രസിന് കൊടുത്തില്ല എന്നുള്ളത് ചരിത്രം. അങ്ങനെയാണല്ലോ ഈ രാജ്യത്ത് ഭരണമാറ്റം ഉണ്ടായത് എന്നുള്ളതാണ്. അന്ന് കേരളത്തിലെ മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസിനാണ് കൊടുത്തത് എന്നുള്ളതും വസ്തുതയാണ്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് സഖ്യകക്ഷിയായിട്ടുള്ള അണ്ണാ-DMKക്ക് ഏകദേശം 90% സീറ്റുകളും കിട്ടി എന്നുള്ളതും ചരിത്രം. കർണാടകത്തിലാണെങ്കിൽ 28-ൽ 26 സീറ്റും ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തു. അതുപോലെ ആന്ധ്രാപ്രദേശിലും വലിയ ഭൂരിപക്ഷമാണ് ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചത്. അങ്ങനെ ഏകാധിപത്യത്തെ അരിയിട്ട് വാഴ്ത്തി അതേ സമയത്താണ് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത എഴുത്തും വായനയും എന്ന് പറയപ്പെടുന്ന എഴുത്തും വായനയുമൊന്നും അറിയാത്തവർ രാഷ്ട്രീയമായി ചിന്തിച്ചതും രാജ്യത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നതുമൊക്കെ ആ കാലഘട്ടത്തിലാണ്. ആ വസ്തുത അംഗീകരിച്ചാണ് ഇവിടെ എല്ലാവരും BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ
മദർ ഓഫ് ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. രാഷ്ട്രീയ പ്രബുദ്ധത ഇവിടെയാണോ അവിടെയാണോ എന്നുള്ളത് ഒരു തർക്കത്തിനല്ല, എങ്കിലും ഇതൊക്കെ ആലോചിക്കേണ്ട വിഷയങ്ങളാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിൽ ചില തൊട്ടുകൂടായ്മകളുണ്ട്. ആ തൊട്ടുകൂടായ്മകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ള നേതാക്കളെക്കുറിച്ച് പറയേണ്ടി വരും. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയാകുമ്പോൾ ജ്യോതി ബാസു അന്ന് പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രിയായിരുന്നു. കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിക്ക് സ്വീകരണം കൊടുത്തപ്പോൾ ഈ പ്രധാനമന്ത്രിയെ പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുക്കില്ല, വേദി പങ്കിടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കപ്പെട്ട വ്യക്തിത്വമാണ് ജ്യോതി ബസു. ആ ആളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇന്ന് എവിടെ എത്തി? ഇനി ശിവഗിരിയിലേക്ക് വന്നാൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയും അദ്ദേഹം വരികയും അദ്ദേഹം വന്നതിന് ശേഷം ആ വന്നതിൻ്റെ പേരിൽ അന്നത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ ബഹിഷ്കരിച്ചതും നമുക്ക് ഓർമ്മയുള്ളതാണ്. അന്ന് ബഹിഷ്കരിച്ചവർ അതേ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയപ്പോൾ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് സമയം ചോദിച്ചുകൊണ്ട് സൗഹാർദ്ദത്തിനും സമയം കിട്ടാനും വേണ്ടിയിട്ട് അന്യോന്യം പുഞ്ചിരിക്കാനും വേണ്ടിയിട്ട് കാത്തുകെട്ടി കിടക്കേണ്ടി വന്നില്ല എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രായോഗികമായി കേരളം ശരിയാണോ എന്ന് ഇവരൊക്കെ ഒന്ന് ചിന്തിക്കട്ടെ എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു വലിയ കാലഘട്ടത്തിലേക്ക് പോകേണ്ടി. അങ്ങനെ ഇവിടെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഒക്കെ 100% ഒപ്പം തന്നെ ഗവർണർമാരും തൊട്ടുകൂടാത്തവരല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവർ വേദി പങ്കിടാൻ പാടില്ലാത്തവരല്ലേ? പക്ഷേ അതിന് ഉത്തരമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഉത്തരമുണ്ടോ എന്ന് PS പറയുന്നത്. 1 മാസത്തെ പരിപാടി കേരള ഗവൺമെൻറ്റിന് അയച്ചു കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞങ്ങളെ ഉൾക്കൊള്ളുന്നു, മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള കഥ പറയുന്നു. ഞാൻ രാഷ്ട്രീയം മാത്രമല്ല അവിടെ പറയുന്നത്, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ ഓഫ് തോട്ടിന് കിട്ടിയ മറുപടിയാണ്. ഒപ്പം തന്നെ കോട്ടയത്ത് പങ്കെടുത്ത മാർത്തോമാ സഭയുടെ വലിയൊരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഗോവ ഗവർണർ എത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് അനഭിമതൻ എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന കേരളത്തിൻ്റെ ഗവർണറാണ്. രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലപ്പോഴും പല കാര്യങ്ങളും പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതൊക്കെ ജനാധിപത്യത്തിൽ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ, ഈ സമുദായ സൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ, പൊതുപ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്ന കാര്യത്തിൽ എല്ലാവരും തമ്മിൽ യോജിപ്പ് ഉണ്ടാകേണ്ടതാണ്. കേരളത്തിൽ ജീവിച്ച് അനുഭവ സമ്പത്തുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയായ ശേഷം അദ്ദേഹം പറഞ്ഞത്, കേരള നിയമസഭയെ അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ അതിപ്രസരം കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും ബാധിച്ചിരിക്കുന്നു. ആ ബാധിച്ചിരിക്കുന്നവയെ ഒഴിവാക്കേണ്ടതുണ്ട് എന്നാണ്. രാഷ്ട്രീയം വേണ്ട എന്നല്ല, രാഷ്ട്രീയം വേണം, ഒപ്പം വൈവിധ്യം വേണം. പക്ഷേ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ യോജിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച്മെൻറ്റ് വേണം. അത്തരത്തിലുള്ള അപ്രോച്ച് അത്യാവശ്യമാണ്. അതുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് കേരളക്കാർ എന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയ നിലപാടുകളിലൊക്കെ ഉറച്ചു നിന്ന് തന്നെ എല്ലാ വിഭാഗങ്ങളുമായും നല്ല ബന്ധം പുലർത്തുന്ന ഒരു സാഹചര്യം. അത്തരത്തിലുള്ളൊരു നേതാവ് കൂടിയായിരുന്നു പലപ്പോഴും PS ശ്രീധരൻപിള്ള എന്നുള്ളത്. പക്ഷേ അതൊരു വസ്തുതയായിട്ട് നിൽക്കുമ്പോഴും കേരള ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള നിലനിൽക്കുന്ന വിയോജിപ്പുകൾ, അത് മാത്രമല്ല സംഘർഷങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ പലപ്പോഴും PS ശ്രീധരൻപിള്ള പറയുകയുണ്ടായി. ഗോവ കേരളത്തിൽ നിന്ന് കുറേ അധികം ദൂരെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടും. രണ്ടു കൂട്ടരും തമ്മിൽ സൗഹാർദ്ദം ഉണ്ടാകുന്ന അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നതും. അദ്ദേഹം പറയുന്ന പോലെ 2020 നവംബറിൽ രാഷ്ട്രപതി ഭവനിൽ നടന്ന ഗവർണർമാരുടെ ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ചെയ്ത ഒരു പ്രസംഗമുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുകയാണ് എല്ലാ ഗവർണർമാരും. ഗോവയിലെ എല്ലാ ഗ്രാമങ്ങളിലും യാത്ര ചെയ്യാൻ PS ശ്രീധരൻപിള്ള എന്ന് പറയപ്പെടുന്ന ഗവർണർക്ക് കഴിഞ്ഞു. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കും അത്തരത്തിൽ കഴിയുവാനുള്ള സാഹചര്യം നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രി ഉണ്ടായതിനു ശേഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വസ്തുത. പല സ്ഥലങ്ങളിലും അത്തരത്തിൽ നമുക്ക് ചാരിറ്റബിൾ സൊസൈറ്റികളെ നേരിട്ട് കണ്ട് അവർക്ക് സഹായങ്ങൾ എത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അടക്കം ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്ക് ചരിത്ര പ്രാധാന്യമുള്ള 400 കൊല്ലത്തോളം പഴക്കമുള്ള വലിയ വലിയ ബംഗ്ലാവുകൾ, ആ ബംഗ്ലാവിനെയൊക്കെ ആ ബംഗ്ലാവായ രാജ്ഭവനിൽ ഗവർണർ താമസിക്കുമ്പോൾ സുരക്ഷാ ചട്ടങ്ങൾ പ്രകാരം പൊതുജനങ്ങളുടെ സന്ദർശനം ഒരിക്കലും അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് PS തൻ്റെ താമസം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ഇത് പറഞ്ഞു വെക്കുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടില്ല. പ്രധാനമന്ത്രി വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അതിലൂടെ ഗവർണർമാർക്ക് ലഭിക്കുന്ന
എന്തൊക്കെ നേട്ടങ്ങളുണ്ടാകുന്നു എന്ന കാര്യങ്ങളാണ്. വെറുതെ റബ്ബർ സ്റ്റാമ്പായിരിക്കുന്ന പഴയ ഗവർണർമാർക്കപ്പുറം പ്രവർത്തിക്കുന്ന ഗവർണർമാരെ കാണാൻ കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത ഈ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അങ്ങനെ പല മേഖലകളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു. ആ നേട്ടങ്ങളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് സംജാതമായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലടക്കം. അപ്പോൾ അങ്ങനെ ഗവർണർമാർ പ്രവർത്തിക്കുന്ന ഗവർണർമാരായി മാറുമ്പോൾ പല സംസ്ഥാനങ്ങളിലുമുള്ള ചിലപ്പോൾ BJP ഭരിക്കാത്ത മറ്റു സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാർക്കും അവിടുത്തെ മന്ത്രിമാർക്കുമൊക്കെ അത് ദഹിക്കാതെ വരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുണ്ടാകാറുണ്ട്, അതില്ല എന്നുള്ളതല്ല. പലപ്പോഴും അത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ ഗവർണർമാർ തയ്യാറാകുന്നുമില്ല. എല്ലാവരും അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നാണ് നമുക്കിതിനകത്ത് പറയേണ്ടത്. രാഷ്ട്രീയമായി വിയോജിക്കുന്നവരോടും നീതി കാട്ടേണ്ടവരാണ് ഭരണാധികാരികൾ എന്നുള്ള വസ്തുത മറന്നു പോകരുത്. പക്ഷെ മൂന്നാമതൊരിക്കൽ കൂടി മോദി സർക്കാർ വരുമെന്നുള്ള ഒരു പ്രതീതി അത് മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന് പൊതു അഭിപ്രായം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. അത് വസ്തുതയായി നിൽക്കുന്നുണ്ട്. മതന്യൂനപക്ഷങ്ങളുടെ ഈ ആശങ്ക മുതലെടുക്കുവാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങൾ സജീവമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനുമൊക്കെ വലിയ ഉത്തരങ്ങളുണ്ട് എന്നുള്ളതാണ്. കാരണം അങ്ങനെ മുതലാക്കാൻ വേണ്ടി ഇപ്പോൾ പിണറായി വിജയനും രാജഗോപാലിനുമൊപ്പം ആശങ്കയ്ക്ക് ഒരു തരത്തിലുള്ള അടിസ്ഥാനമില്ല എന്ന് തന്നെ പറയട്ടെ. ഏത് കാലഘട്ടത്തിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരിക്കുന്നവരും മറുഭാഗത്തുള്ളവരും അവരവരുടെ പ്രവർത്തനങ്ങൾ തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ സ്വയം തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ഭൂരിപക്ഷം കിട്ടിയവർ ഭരിക്കും. ജനവിധിയിൽ പ്രതിപക്ഷത്തായി പോയവർ 5 വർഷം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തി അതിനുശേഷം അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുവാൻ കഴിയും, അല്ലെങ്കിൽ അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. ദൗർഭാഗ്യവശാൽ ഇവിടെ അങ്ങനെ നടന്നില്ല എന്നുള്ളതാണ്. പ്രശ്നാധിഷ്ഠമല്ല, പകരം ആശങ്ക ഈ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നു എന്നുള്ളതാണ്. അത് വ്യക്തിനിഷ്ഠമാണ്. അതല്ലാതെ നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ ഒരു മതവിഭാഗത്തിനെതിരെ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിച്ച ഒരു സംഭവവും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നിട്ടും ആശങ്ക പടർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ വികലമായിട്ടുള്ള ഭാവത്തെയാണ് വളർത്തുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം വോട്ട് ചെയ്യുന്നവരോടും ചെയ്യാത്തവരോടുമൊക്കെ ഒരുപോലെ താല്പര്യം കാണിക്കുന്ന ഭരണാധികാരിയാണ് നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്നത്. പക്ഷേ അതല്ല എന്ന് തെളിയിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. പള്ളി പൊളിച്ചെടുത്ത് ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്തേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മുഖ്യ യജമാനായി എത്തേണ്ട ആവശ്യമുണ്ടോ? അത് മതേതരത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ വലിയ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊന്നും വലിയ ചോദ്യങ്ങളായി കാണാതെ ഒരാളും അതിനകത്ത് വിഷമം ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയേണ്ടി വരുന്നു. ന്യൂനപക്ഷ സമുദായം അതിനോടൊക്കെ പ്രതികരിച്ച രീതി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. സുപ്രീം കോടതിയുടെ അന്തിമ വിധി പ്രഖ്യാപിക്കുകയും ആ വിധി അനുസരിച്ചുകൊണ്ട് അത് നടപ്പാക്കുകയുമാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിലൂടെ നടന്നത്. പലർക്കും അറിയാതെ പോകുന്നൊരു വസ്തുതയുണ്ട്. അതായത് ആ കേസ് നടക്കുമ്പോൾ ഓർഡിനൻസ് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഹിന്ദു സന്യാസിമാരുടെ യോഗം പോലും അവർ അഭ്യർത്ഥിച്ചിരുന്നു അങ്ങനെ ചെയ്യണമെന്ന്. എന്നാൽ അതല്ല, നിയമപരമായിട്ട് പരിഹാരം കാണണമെന്നും അങ്ങനെ പരിഹാരം കണ്ടില്ല എങ്കിൽ ഒത്തുതീർപ്പിലൂടെ ഒരു പരിഹാരം കാണണമെന്നുമായിരുന്നു നരേന്ദ്രമോദിയുടെ അന്നത്തെ നിലപാട് എന്ന് പറയപ്പെടുന്നത്. ഈ 2 തലവും വന്നു. കോടതി വിധിച്ചു. ആ വിധിക്കനുസരിച്ചിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് സമന്വയത്തിൻ്റെ ഒരു പാത സൃഷ്ടിച്ചു, ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തു. അതായത് നമുക്കറിയാം, ഒരു ശുദ്ധ സന്യാസിയുടെ ജീവിതം നയിക്കുന്ന ആളാണ് നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തെ സന്യാസിമാർ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. എല്ലാവരെയും ക്ഷണിച്ചല്ലോ. പ്രതിപക്ഷത്തെ ഉൾപ്പെടെ പല രാഷ്ട്രീയ കക്ഷികളുടെയും അവരുടെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നവർ പലരുമുണ്ടായിരുന്നു, എത്താത്തവരുമുണ്ട്. ആ സേതു ഹിമാചലം എല്ലാവരും ഒന്നിച്ച ഒരു പ്രാണപ്രതിഷ്ഠയാണ് അന്നവിടെ നടന്നത്. നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ആ ഇലുസ്ട്രേഷൻ ഭഗവാൻ ശ്രീരാമചന്ദ്രനും ധർമ്മപത്നിയും കൂടി പോകുന്നതാണ് എന്ന വസ്തുത അത് ഓർക്കുക കൂടി ചെയ്യണം ഈ അവസരത്തിൽ എന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു രാജ്യത്ത് ഭരണഘടനയിൽ ഇത് എഴുതി വച്ചത് തന്നെ അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അതിനപ്പുറം മറ്റെന്തെങ്കിലും ചിന്തയുടെ അടിസ്ഥാനത്തിലോ ആണ് എന്ന് ചിന്തിക്കേണ്ടി വരുന്നു. എല്ലാ മതങ്ങളുടെയും ഇലിസ്ട്രേഷൻ വരേണ്ടതല്ലേ എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു.
ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്നിടത്തെ ഇല്ലുസ്ട്രേഷൻ അത് ഗീതോപദേശം കൊടുക്കുന്നതാണെന്നാണ്. ഇത് പാരമ്പര്യമായി ബന്ധപ്പെട്ടതാണ്. അതിനെക്കുറിച്ചൊക്കെ ഈ നിലയിൽ പറയുന്നവർ ഭരണഘടനയെ തന്നെ തുടക്കത്തിൽ തന്നെ തള്ളിപ്പറഞ്ഞവരാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യദിനത്തോടും റിപ്പബ്ലിക് ദിനത്തോടുമൊക്കെ 2 കൊല്ലം നിസ്സഹകരിച്ച പശ്ചാത്തലമുള്ളവരാണ് ഈ പറയുന്ന ഇന്ന് ഇതിനെ തള്ളിക്കളയാൻ ശ്രമിക്കുന്നവർ. 50കളിലെ ആദ്യത്തെ പ്രതിപക്ഷത്തിന് ഇപ്പോൾ എത്ര സീറ്റുണ്ട് എന്ന് നമ്മളൊന്ന് നോക്കിയാൽ മതി. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുകയാണ് എന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ സംസ്കാരവും പൈതൃകവും എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നതിന് തന്നെ അതിനങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. പക്ഷേ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ഇന്ത്യയുടെ പുരാതനമായിട്ടുള്ള സംസ്കാരമോ അല്ലെങ്കിൽ ആധുനിക കാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഭരണാധികാരികളും നേതാക്കളും കണ്ടതുപോലെയാണോ സംഘപരിവാർ കാണുന്നത് എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. അവർക്ക് അതൊരു രാഷ്ട്രീയ ഉപകരണം മാത്രമല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട് ശ്രീരാമചന്ദ്രനെക്കുറിച്ച്. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ കേരളത്തിലെ ജനങ്ങളടക്കം, കേരളത്തിലെ രാഷ്ട്രീയമടക്കം മാറുന്ന രീതികൾ പറഞ്ഞാലേ നമുക്കത് മനസ്സിലാകൂ എന്ന് പറയുന്നത്. 1ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ അടുപ്പിക്കരുത് എന്നായിരുന്നല്ലോ ഈ AICCയുടെ തീരുമാനം. KPCCക്കുള്ള നിർദ്ദേശവും അത്തരത്തിലായിരുന്നു. പക്ഷേ ലീഗ് ഇന്ന് UDFനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമായി, ഒരു പാർട്ടിയായി അവരോടൊപ്പം തന്നെ നിൽക്കുന്നു. അങ്ങനെ ആ പാർട്ടിയുടെ സ്റ്റാറ്റസ് തന്നെ മാറി എന്നുള്ളൊരു ആക്ഷേപം BJP മാത്രമാണ് ഉന്നയിക്കുന്നത്. ഈ 3ാം സീറ്റിൻ്റെ കാര്യത്തിൽ ലീഗ് കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അത് കേരളം കണ്ടതുമാണല്ലോ. എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായമെന്ന് ചോദിച്ചാൽ നമുക്കതിനകത്ത് എന്താ അഭിപ്രായം പറയേണ്ടി വരും? അതിനകത്ത് വ്യക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു വെക്കുകയാണ് ഗവർണർ ഗോവയുടെ. ഒരു അഭിപ്രായം എന്നുള്ളതിനപ്പുറം കേരളത്തിലെ മുന്നണി സംവിധാനവും മുന്നണി രാഷ്ട്രീയവും ഒക്കെ കടന്നു പോകുന്ന വഴികൾ എന്ന് പറയപ്പെടുന്നത് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട്. മാറ്റങ്ങൾക്കിടയാക്കാവുന്ന സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും രാഷ്ട്രീയ വിദ്യാർത്ഥികളായി നിൽക്കുന്ന നിലയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയാടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണമെന്ന് പറയപ്പെടുന്നത് കേരളത്തിൽ ഇപ്പോൾ കുറഞ്ഞു വരുന്നു. അത് മാറേണ്ടിയിരിക്കുന്നു. ആദ്യ കാലഘട്ടങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ഇരട്ടക്കാളകൾ, അരിവാൾ നെൽക്കതിർ, ദീപം എന്നിങ്ങനെ നാമമാത്രമായിട്ടുള്ള ചിഹ്നങ്ങൾ മാത്രമാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ പെട്ടി നോക്കിയിട്ട് വോട്ടിട്ടിരുന്ന ഒരു ജനതയാണ്. രാഷ്ട്രീയമായിരുന്നു അന്നത്തെ മാനദണ്ഡമെന്ന് പറയുന്നത്. അത് മാറി 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 വന്ന് ഇപ്പോൾ ശക്തമായിട്ടുള്ള കേഡർ പാർട്ടികളായിട്ടുള്ള അവർക്ക്, ആ കേഡർ പാർട്ടി ആർക്ക് പോലും 100% ഇത് തങ്ങളുടെ നിയോജക മണ്ഡലമാണ് എന്ന് ഉറപ്പിച്ച് പറയാനാകാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ജയിക്കാൻ കഴിയുന്ന ഒരു നിയോജക മണ്ഡലവും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് ഇന്ന് കേരളം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതൊക്കെ പഠിക്കേണ്ട വിഷയമാണ് എന്ന് പറയുന്നു. 2004 മുസ്ലിം ലീഗ് മഞ്ചേരിയിൽ നിന്ന് തോറ്റില്ലേ? അന്ന് തോറ്റൊരു ചരിത്രം ഉണ്ടായിട്ടില്ലേ? ഏത് കുറ്റിച്ചൂരിനെ നിർത്തിയാലും ജയിക്കുമെന്ന് പറഞ്ഞിരുന്ന പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ, ആ നേതാക്കൾ എല്ലാവരും തോറ്റിട്ടുണ്ട്. അങ്ങനെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൊണ്ട് കേരളത്തെ ഏതൊക്കെ തരത്തിൽ ഭരിക്കാൻ കഴിയുന്ന തരത്തിലൊക്കെ ഭരിച്ചു മുടിച്ചു എന്നുള്ളതാണ്. പ്രധാന പ്രതിപക്ഷമായി പലപ്പോഴും പാർട്ടികൾ മാറി മാറി വന്നിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തേണ്ടതാണ്. കാരണം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ കേരളം പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ ആക്ഷേപം ഉണ്ടായിട്ടുള്ളത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്. സമരങ്ങളുടെ പോർക്കളമായിരുന്നു ഈ കേരളം എന്ന് പറയപ്പെടുന്നത്. കേരളത്തിലുണ്ടായിരുന്ന അന്നത്തെ ആ അവസ്ഥ എന്ന് പറയപ്പെടുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ പ്രധാന പ്രതിപക്ഷവും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുമെല്ലാം ഒരു ഭാഗത്തും, എല്ലാ ആരോപണങ്ങളും കത്തി നിന്നിട്ടും മീഡിയകളെല്ലാം അതിൽ പങ്കുവഹിച്ചിട്ടും ജനങ്ങളുടെ മാൻഡേറ്റ് കൊടുക്കേണ്ടി വന്നത് ആരായിരുന്നു? അല്ലെങ്കിൽ ആ മാൻഡേറ്റ് കൊടുക്കേണ്ടി വന്നപ്പോൾ കൂടുതൽ അംഗീകാരം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ലഭിച്ചു. എന്തുകൊണ്ട്? കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുന്നു. അവയെല്ലാം അതിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രചാരണങ്ങളെ, അതിനപ്പുറത്തേക്കുള്ള വസ്തുതകളെപ്പറ്റി അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ചൊക്കെ വിലയിരുത്തുകയാണ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും. ആ വിലയിരുത്തുന്നതിൽ കൂടുതൽ കേന്ദ്രീകരിച്ച് വസ്തുതകളായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിന് കഴിയുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും വിജയിക്കപ്പെടും.
കേന്ദ്രത്തിൻ്റെ ഓരോ പദ്ധതികളും കേരളത്തിലെത്തുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി പറയേണ്ട, വേണ്ടത്ര ജനങ്ങളിൽ എത്തിക്കുവാനുള്ള ഒരു സാധ്യത ഇല്ലായ്മയുണ്ട്. അതൊക്കെ ഒരു തർക്കവിതർക്കത്തിലേക്കൊക്കെ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവയൊക്കെ ഏതൊക്കെ തരത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് നമുക്ക് പറയാൻ കഴിയാത്ത കാരണങ്ങളാണ്. അങ്ങനെ പല കാരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അങ്ങനെ കേന്ദ്ര സർക്കാരിനെ പിടിച്ചുലയ്ക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പല സംഭവ വികാസങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷങ്ങൾ. ഈ മണിപ്പൂരിലെ സംഭവത്തിൽ അടക്കം അത്തരത്തിലുള്ള അതിനെയൊക്കെ വളരെ പൊളിറ്റിക്കലായി തെറ്റുണ്ടാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും വളരെ പക്വതയോടുകൂടി ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു സന്യാസി വര്യനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നരേന്ദ്രമോദി ഒരിക്കലും ഈ പറയുന്ന വിമർശനങ്ങളോട് ഒരിക്കലും അസഹിഷ്ണുത കാണിക്കാൻ നിന്നില്ല. ഒരാളോടും വെറുപ്പിൻ്റെ കുപ്പായം അണിയുവാൻ പറഞ്ഞില്ല. ഒരാളെയും വെറുത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാനും അദ്ദേഹം ശ്രമിച്ചില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ ശബ്ദമായും ഒപ്പം തന്നെ ആൾക്കാരുടെ പ്രതീക്ഷയുമായി മാറിയ ഒരു വ്യക്തിത്വമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞു വെക്കാൻ PS ശ്രീധരൻപിള്ള ശ്രമിക്കുന്നു. അദ്ദേഹം അത് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. വീണ്ടും ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങുകയും തിരഞ്ഞെടുപ്പിലേക്ക് നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും ഒന്നടങ്കം എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ അതിനോട് ഏതു തരത്തിൽ പ്രതികരിക്കും, എങ്ങനെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് വായിച്ചറിയാൻ കഴിയുക, അവരുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം, അവരുടെ സമ്മതിദാന അവകാശം എന്ന് പറയപ്പെടുന്നത് ഇനി ആർക്കായിരിക്കും ചെയ്യാൻ പോവുക? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇന്ന് ഇന്ത്യ ഒട്ടാകുമുള്ള ജനങ്ങൾ പരസ്പരം ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ വളരെ ആത്മവിശ്വാസത്തോടു കൂടി, അതിലേറെ അഭിമാനത്തോടു കൂടി BJPയെ നയിക്കുന്ന നരേന്ദ്രമോദിയും വളരെ ആത്മാഭിമാനത്തോടു കൂടി പറയുന്നു, മൂന്നാം വട്ടവും നരേന്ദ്രമോദി തന്നെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യം ഭരിക്കും. ആ രാജ്യത്തെ ജനങ്ങളെ ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനും വികസന സ്വപ്നങ്ങൾ സാധൂകരിക്കുവാനും അവർക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും നരേന്ദ്രമോദിയെപ്പോലൊരു പ്രധാനമന്ത്രി തന്നെ ഈ രാജ്യം നയിക്കേണ്ടതുണ്ട് എന്ന് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള ഒരു സംവിധാനങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത വിശ്വാസമായി, തളർത്താൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായി നരേന്ദ്രമോദി മാറും എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിലെ ആവശ്യങ്ങൾ എന്തായിരുന്നു എന്ന് വളരെ പക്വതയോടുകൂടി ആലോചിച്ച് ഒരു രാജ്യത്തെ ഏത് തരത്തിൽ നയിക്കണമെന്നും എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നും എന്തൊക്കെയാണ് ഒരു രാജ്യത്തിന് ആവശ്യമെന്നും ഏതൊക്കെ തരത്തിലുള്ള വികസന സങ്കല്പങ്ങളാണ് ഉണ്ടാക്കേണ്ടത് എന്നും നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിത്വത്തിന് മനസ്സിലാകുന്നുണ്ട്, ആ വ്യക്തിക്ക് തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവുകളാണ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിൻ്റെ ആത്മാവിലേക്ക് കുത്തിനിറയ്ക്കുന്നത് എന്നുള്ളതാണ്. കലാപ രൂക്ഷതമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും തീവ്രവാദ മുഖമുള്ളവരെ തളർത്തുവാൻ ശ്രമിക്കുന്ന ഒരു മനസ്സുണ്ട് നരേന്ദ്രമോദിക്ക് എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും നമ്മൾ നമ്മുടെ കാലഘട്ടത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതിൽ പള്ളി പൊളിച്ചതും അമ്പലം പണിഞ്ഞതും അടക്കമുള്ള കാര്യങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തുമ്പോൾ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വിഷയങ്ങളിൽ മുസ്ലിം എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിനെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നൊരു ലക്ഷ്യമൊന്നും ഒരിക്കലും നരേന്ദ്രമോദിക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 18 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ ഇവിടെ സുരക്ഷിതരായിരിക്കും. ഇന്ത്യൻ മുസ്ലിങ്ങൾ, ഭാരതീയരായിട്ടുള്ള മുസ്ലിങ്ങൾ, ആ മുസ്ലിം സഹോദരങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവർ, ഇവിടെ എത്തി തീവ്രവാദികളായി മാറിയവർ, തീവ്രവാദവുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നവർ, ഇവരെ എന്നേക്കുമായി ഇവിടെ നിന്ന് തുടച്ചു നീക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുകയും BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം അത് ചെയ്യിക്കുന്നതിനായി മുൻപിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 2 വട്ടത്തെ കേന്ദ്ര ഭരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വരുന്ന തിരഞ്ഞെടുപ്പിലും അതുതന്നെ സാധ്യമാകുകയും 370 സീറ്റുകളിലധികം നേടിക്കൊണ്ട് നരേന്ദ്രമോദി വീണ്ടും ഈ കേന്ദ്രം അധികാരത്തിലെത്തുകയും ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യം ഭരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് വോട്ട് എന്ന് പറയപ്പെടുന്നത്, അവരവരുടെ സമ്മതിദാനം എന്ന് പറയപ്പെടുന്നത് അത് മനസാക്ഷിയുടെ അംഗീകാരമാണ്. അതാർക്ക് ചെയ്യണമെന്നും ആരാണ് ഇവിടെ നയിക്കേണ്ടതെന്നും ഓരോ പൗരനും ഇന്നേ ചിലപ്പോൾ മനസ്സിൽ കണക്ക് കൂട്ടി കാണും.
ഒരു പൊളിറ്റീഷ്യൻ ആൻഡ് മീഡിയ ഷുഡ് ടീച്ച് ദ പീപ്പിൾ എന്ന് പറയുന്ന പോലെ നമുക്ക് ബലപ്പെടുത്താൻ കഴിയുന്നത് അത് മീഡിയ വഴിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈ പൊളിറ്റിക്കൽ കറക്റ്റൻസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് എപ്പോഴും നേരാണ്. നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള ഏറ്റവും വലിയ അവകാശമാണ് വോട്ട് എന്ന് പറയപ്പെടുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യുവാനുള്ള നിങ്ങളുടെ ഒരു അവസരമാണ് ഈ 2024 തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിലപ്പോൾ ഇത് അവസാനത്തെ അംഗമായിരിക്കാം. എന്നാൽ ഇത് BJPക്ക് ഇനിയുള്ള ബാലികേറ മലകളെ തച്ചുടച്ചുകൊണ്ടുള്ള യാത്രയുടെ തുടക്കവുമാകാം.